ഹായ് ഫ്രണ്ട്സ്, സ്റ്റോറി ആയിട്ട് പോകാം. ടൈറ്റിൽ മനസ്സിലായില്ലേ ഫ്രണ്ട്സ്? സ്റ്റോറിക്ക് പോവാം. ഓക്കെ, ഫയൽ ഫോട്ടോസ് ഡിലീറ്റ് ആയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ ഷോർട്ട് എടുത്ത് വെച്ചാണ് ഫോട്ടോ. നമ്മൾ സ്റ്റോറി കേട്ടാൽ എൻജോയ് ചെയ്യാം. നമ്മൾ ഷുഗർ പറഞ്ഞ ഒരു കമ്പനിയുടെ കോൾഡ് സിഒ നമ്മളെ മിയക്ക് പറഞ്ഞ ഷുഗർ പറഞ്ഞ് ഒരുപാട് ഇഷ്ടമാണ്. നമ്മൾ ഷുഗർ പറഞ്ഞ കമ്പനി ഫേമസ് സിഒ ആണ്, നമ്പർ 1 ബിസിനസ് മാൻ. നമ്മളെ ഷുഗറിൻ്റെ വീട്ടിൻ്റെ അടുത്താണ് നമ്മളെ മിയാൻ്റെ വീട്. മിയ പറഞ്ഞ ഫസ്റ്റ് ഇയറാണ് കോളേജ് പഠിക്കുന്നത്. മിയ ഇത് കൊണ്ട് ആൻറ്റി കൊടുത്തപ്പോൾ ആൻറ്റി ഷോപ്പിംഗ് പോയിട്ട് നേരിട്ട് വരാൻ ഇന്ന് പറയായിരുന്നു. ഇന്നലെ ഓർഡർ ചെയ്തായിരുന്നു, ഇന്ന് ഞാൻ ഷോപ്പിംഗ് പോകുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ കൊണ്ടുവന്നത്. ആൻറ്റി കൊണ്ടുപോയി കൊടുത്തു. ശരി മമ്മി പോണോ പറഞ്ഞേക്ക് മിയ. എവിടെ നിന്ന് പോ, മമ്മിക്ക് കിച്ചണിലെ ജോലിയെല്ലാം ഉണ്ട് പറഞ്ഞേക്ക് മിയ. ശരി ശരി പോയിട്ട് യുങ്കിന് സൈറ്റ് അടിക്കാം എന്ന് പറഞ്ഞു ഞാൻ ഓടിപ്പോയിരുന്നു. മണി എത്രയായി? ഓ അപ്പ വന്നിട്ട. അങ്ങനെ ഹാപ്പിയായിട്ട് ചിക്ക എൻ്റെ പാട്ട് ഓടിപ്പോയായിരുന്നു. ഇന്ന് ഷുഗർ ഇറങ്ങി വന്നിട്ട എന്ന് പറഞ്ഞ് മിയക്ക് അറിയും. ഷുഗർക്ക് ഇന്ന് ഓഫീസ് ഒന്നുമില്ല, ലീവ്. അങ്ങനെ വെല്ലടിച്ചായിരുന്നു. ഷുഗർ നമ്മി തുറക്കല്ല. മിയ ആൻറ്റി നിങ്ങൾ കേട്ടോ? ഓ ഞാൻ പറയായിരുന്നു അമ്മേൻ്റോട് വാ എന്ന് പറയും. അതുമാത്രമല്ല സുഗറിനെ ഹീറോ സൈറ്റ് അടിക്കാൻ നോക്കായിരുന്നു. ജ്യൂസ് കൊടുത്തായിരുന്നു, 2 ജ്യൂസ്. TV നോക്കുകയുണ്ടായിരുന്നു, ഡ്രാമ സീരിയൽ നോക്കുമായിരുന്നു. അങ്ങനെ സൈറ്റ് സീരിയൽ നോക്കും, മുകളിൽ നോക്കാം, അങ്ങനെ ഉണ്ടായിരുന്നു. ഷുഗർ ഇറങ്ങി വന്നായിരുന്നു. ഷുഗർ മുങ്ങക്കായിരുന്നു. എവിടെയാണ് ഷുഗർ പോകുന്ന മോം? എനിക്ക് ജിന്നഹായം ജഹ വിളിച്ചായിരുന്നു. ചെറിയൊരു പാർട്ടി ഉണ്ടു, അതൊക്കെ ഞാൻ പോയിട്ട് വരാം മോം എന്നെ ഷുഗർ പറയായിരുന്നു. ശരി ഷുഗർ നോക്കുമായിരുന്നു. ഷുഗർ ഹീറോയിനൊക്കെ ഒരു ലുക്കിടെ മുറിക്കായിരുന്നു. അയ്യോ ഇവൻ മുറിക്കിനെ കണ്ടെന്ന് ഇവൻ പേടിപ്പിക്കണല്ലോ എന്ന് പറയാം. അതേ ഷുഗർ പോയായിരുന്നു സ്മർച്ചത്. അതെ നമുക്ക് മറന്നു പോയി. ഷുഗർക്കും ഹീറോയ്ക്ക് 10ാം ക്ലാസ് പഠിക്കുമ്പോൾ ഷുഗർക്കും ഹീറോയ്ക്ക് എൻഗേജ്മെൻ്റ് ആയി. ജസ്റ്റ് മാരേജ് കാര്യം പറയായിരുന്നു. ഇപ്പോൾ ഡേയ്സ് നന്നായിട്ട് പോകാൻ തുടങ്ങിയായിരുന്നു. ഹീറോ ഇപ്പോൾ ഫൈനൽ ഇയറാണ്. അതിന് കുറച്ച് ദിവസം കഴിഞ്ഞ് ഹീറോയ്ക്ക് ഗ്രാജുവേറ്റാണ്. ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു. എന്ത് ഗ്രാജുവേറ്റാണോ എന്ന് പറഞ്ഞ് ജോലിയായിരുന്നു. ഇപ്പം ഹാപ്പിയായിരുന്നു. ആസമല്ല ഗ്രാജുവേറ്റ് കാര്യം പറയായിരുന്നു. അങ്ങനെയായിട്ട് ജോലിയായിരുന്നു. ഇപ്പം ഹീറോയ്ക്ക് ഷോപ്പിംഗ്, ഹീറോയ്ക്ക് മാരേജാണ്. ഷുഗർ പറയുന്നു വേണ്ടെന്ന് പറയുന്നു. മുമ്പ് കേൾക്കില്ലായിരുന്നു. ഷുഗർക്ക് ഹീറോയ്ക്ക് എൻഗേജ്മെൻറ്റ് നടന്നത് ഓൾറെഡി നടന്നായിരുന്നു. ഇപ്പം മാരേജ് കുറച്ച് ഡേയ്സ് പോകാൻ തുടങ്ങി. ഹീറോയ്ക്ക് മാരേജ് ആണ്, റെഡി ആയിരുന്നു. ഹീറോയിൻ്റെ വീട് ചേഞ്ച് ആയിരുന്നു. എന്ന് പറഞ്ഞ് കയറിയായിരുന്നു. അപ്പോൾ ഹീറോയിൻ വെഡിങ് ഡ്രസ്സ് എടുത്തിട്ട് ഹീറോയിന് ഷുഗറിൻ്റെ അടുത്തുകൊണ്ട് തന്നെയൊക്കെയായിരുന്നു. ഷുഗർക്ക് ഹീറോയ്ക്ക് മാരേജ് നടന്നു. പാവം നമ്മൾ ഹീറോയി ഷുഗർ നോക്കി ചെറുക്കിട്ട് ഇവൻ നോക്കുന്നത് ശരിയില്ലല്ലോ, മുറയ്ക്കിനും അതുണ്ടല്ലോ. ഷുഗർ സ്മർക്ക് ചെയ്തായിരുന്നു. അങ്ങനെ ഹീറോയ്ക്ക് റൂം പോകാൻ തുടങ്ങി. ഷുഗർ കോളിൽ സംസാരിക്കുക. ഷുഗർ ഡ്രസ്സ് ഇട്ടിട്ട് റെഡി ആയിട്ട് ഫോൺ സംസാരിക്കായിരുന്നു. അങ്ങനെ ഹീറോയ്ക്ക് ഈ ഫോട്ടോ എത്തുമാതി എൽസ് ഡ്രസ്സ് ആൻറ്റി ഈ ഡ്രസ്സ് വരുമ്പോൾ അങ്ങനെ വൈറ്റ് ഡ്രസ്സ് പറഞ്ഞാൽ അതിക്കൊരു കവർ ചെയ്തായിരുന്നു ഒരു ഡ്രസ്സ്. അങ്ങനെ വള്ളിയുണ്ടായിരുന്നു. അങ്ങനെ ഹീറോയി ഫുൾ കവർ മതി ഇട്ടായിരുന്നു. നൈറ്റ് ഡ്രസ്സ് മതി ഫുൾ കവർ ചെയ്തായിരുന്നു. അങ്ങനെ ഫുൾ കവർ ചെയ്ത് ഷുഗർ നോക്കുമായിരുന്നു. എന്താ ഞാൻ ഫോൺ സംസാരിച്ച് വരാം എന്നെ റൂം വാടക എടുത്ത് വന്ന് കൊടുത്തു. ഷുഗർ ആദ്യം കുറിച്ച് ഹീറോയെ കൊടുത്ത് ശരി ഓക്കെ ഹീറോയിനെ ഞാൻ കുറച്ച് സംസാരിച്ച് വരാമെന്ന് പറഞ്ഞാൽ ഹീറോയ്ക്ക് ഒരു മുഖമായിരുന്നു. അങ്ങനെ ആ ഡ്രസ്സ് അയച്ച് അവിടെ ഇരുന്നായിരുന്നു. ആ ഡ്രസ്സ് മാത്രം പോകുമ്പോൾ ഷുഗർ വന്നായിരുന്നു. ഷുഗർ എന്താ ഇവൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഷുഗർ വായി നോക്കാൻ ഇപ്പോൾ എന്താ ചെയ്യുന്നത്? ഇങ്ങനെ ഷുഗർ അവിടെ നിന്ന് മാറ്റാൻ നോക്കും. തിരിയുമ്പോൾ കണ്ണാടി ഷുഗർ ഷോക്കായിരുന്നു. ഈ ഡ്രസ്സ് അയച്ച് ആയിട്ടായിരുന്നു ഷുഗർ ഹീറോയിന് മേളിൽ നോക്കുമായിരുന്നു. ഷുഗർക്ക് ഒരു മോഹമായിരുന്നു. നന്നായിട്ട് ഹീറോയ്ക്ക് പറഞ്ഞ് പ്രൊപ്പോസ് ചെയ്യാൻ പ്ലാനാണ്. അപ്പോൾ ഷുഗർ ഹീറോയിൻ്റെ അടുത്ത് വന്ന് ഒരു പ്ലേസ് കണ്ട് ഹീറോയ്ക്ക് പ്രൊപ്പോസ് ചെയ്ത് ഹീറോയെ ആക്സെപ്റ്റ് ചെയ്ത് ഭയങ്കര ഹാപ്പിയായിരുന്നു. അങ്ങനെ ഹീറോയ്ക്ക് ലൈഫ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. ഭയങ്കര ഹാപ്പിയായിരുന്നു. അപ്പോൾ രാവിലെ ആയിരുന്നു ഹീറോയിൻ്റെ ഷുഗർ ഹീറോയിനെ കിട്ടി വെച്ച് ഉറങ്ങായിരുന്നു. ഹീറോയ്ക്ക് കുറച്ച് ഡേയ്സ് കഴിഞ്ഞായിരുന്നു ഹീറോയിൻ്റെ ഗ്രാജുവേറ്റൊക്കെ എന്നെ പറഞ്ഞാൽ ഇനി 4 ദിവസം ഉണ്ട് എന്ന് പറഞ്ഞ ഹീറോയ്ക്ക് ഇനി ഷുഗർ പറയായിരുന്നു. ഇങ്ങനെയായിട്ട് ഷുഗർ ഗിഫ്റ്റ് ഹീറോയുടെ ബർത്ത്ഡേ വന്നായിരുന്നു. ഹീറോയുടെ ബർത്ത്ഡേ കഴിഞ്ഞായിരുന്നു. ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു. ഷുഗർ ഗിഫ്റ്റ് എല്ലാവരും ഗിഫ്റ്റ് ഉണ്ട്. ഷുഗർ ഫസ്റ്റ് ഗിഫ്റ്റ് നോക്കുമ്പോൾ അതിൽ ഹീറോയ്ക്ക് ഒരു നെക്ലേസ് ആണ്, ബോക്സ്. അതിൽ പിന്നെ അതിൽ ഹീറോയ്ക്ക് ഇന്നർ ഗിഫ്റ്റ് ഉണ്ട്. അത് തുറന്ന് നോക്കുമ്പോൾ ഒരു ഡയറിയാണ്. ആ ഡയറി ഹീറോ എടുത്ത് നമുക്ക്
എനിക്കിനെ നോക്കാം. അങ്ങനായിട്ട് ഇപ്പോൾ വായിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ കോളേജിലേക്ക് പോയിരുന്നു. കോളേജിലേക്ക് പോയിട്ട് കോളേജിൽ കൊണ്ടുപോയായിരുന്നു ഹീറോയിൻ. അത് വായിക്കുന്നില്ല. ശുഭ പറയായിരുന്നു വായിക്കുന്നില്ലേ. ഇല്ല യുങ്കി, അത് കോളേജുണ്ട്. ശരി, ഇനി കോളേജിലേക്ക് പോയിട്ട് വാ. സുഖ പറയുന്നു എനിക്ക് ബിസിനസ് ട്രിപ്പ് ഉണ്ട്, ഇനി കോളേജിലേക്ക് പറഞ്ഞാൽ ഇന്ന് എനിക്ക് കുറച്ച് ദിവസം ഉള്ളത് എന്ന് പറയുന്നു. 4 ദിവസം കഴിഞ്ഞായിരുന്നു. അപ്പോൾ സുഖ പറയായിരുന്നു ബേബി, കോളേജ് ഗ്രാജുവേറ്റ് കഴിഞ്ഞു. ശരി, ഓക്കെ, ഇന്ന് നൈറ്റ് തന്നെ എനിക്ക് പോകണം. പാർട്ടിയൊന്നും സുഖ പറയുന്നു പാർട്ടിക്കൊന്നും പോകാൻ പാടില്ല. ഹീറോയുടെ ഫ്രണ്ട്സ് പറയുന്നു വീട്ടിൽ തന്നെ പാർട്ടിയായിരുന്നു. ഗ്രാജുവേറ്റ് പാർട്ടിക്കൊന്നും ഹീറോ പോയില്ലായിരുന്നു. സുഖ വേണ്ടെന്ന് പറയുന്നു. ശരി, ഓക്കെ എന്ന് പറയായിരുന്നു. അങ്ങനെ ഹീറോ സുഖ പറഞ്ഞ ബിസിനസ് ട്രിപ്പൊക്കെ പോയിരുന്നു. ഇപ്പോൾ ആ ബുക്കിൽ എന്താ ഉള്ളത് എന്ന് ഹീറോയിൻ വായിക്കാൻ തുടങ്ങിയായിരുന്നു. വായിക്കാൻ തുടങ്ങുമ്പോൾ ഷോക്കായിരുന്നു. സുഖ ഫസ്റ്റ് ഹീറോയിനെ ലവ് സ്റ്റൈലായിരുന്നു. ഹീറോയിൻ പറഞ്ഞു ചെറിയ വയത്തിൽ ഹീറോയിൻ ജനിച്ചായിരുന്നു. അപ്പോൾ സുഖക്ക് കൈ കൊടുക്കുമായിരുന്നു. സുഖ ഭയങ്കര കെയറിങ് ചെയ്യാൻ തുടങ്ങി. ഇവളെ എൻ്റെ വൈഫാ എന്ന് പറഞ്ഞ ചെറിയ പ്രായത്തിൽ സുഖക്ക് ഹീറോയ്ക്ക് 6 വയസ്സക്ക് സുഖ ഹീറോയ്ക്ക് ബിൽഡാണ്. സുഖ 6 വയസ്സിലെ കുട്ടിക്കുമ്പോൾ സുഖ പറയാണ് എൻ്റെ വൈഫാ എന്ന് പറഞ്ഞു. ആര് വന്ന് സുഖ അടിച്ച് ഓടിക്കായിരുന്നു. അതുമാത്രമല്ല സുഖയാണ് ഹീറോയിന് ഭയങ്കര കെയറിങ് ചെയ്യുന്നതാണ്. സുഖക്ക് പറഞ്ഞ ഹീറോയിൻ ചെന്ന് ഭയങ്കര ഇഷ്ടമാണ്. അതുമാത്രമല്ല 6ൽ 7ൽ എല്ലാം ബോയ്സ് വന്ന് സംസാരിക്കുക. പിന്നെ 7ൽ ഒരു ബോയ് പ്രപ്പോസ് ചെയ്യുന്നു. സുഖ അടിച്ച് പായിക്കായിരുന്നു. അങ്ങനെ ഹീറോയ്ക്ക് നിറയെ പ്രപ്പോസ് വരാം. അത് സുഖ അടിച്ച് പായിക്കായിരുന്നു. അങ്ങനെ ആയിട്ട് സുഖ ഹീറോയിന് ഓക്കെ പറഞ്ഞ ഹീറോയ്ക്ക് ബോറായി. ആറ് പ്രപ്പോസ് ചെയ്ത് എനിക്ക് തെറ്റാതില്ല പറഞ്ഞ് ഹീറോയ്ക്ക് കണ്ട് കഥായിരുന്നു. പിന്നെ സുഖമായിട്ട് പറയായിരുന്നു എനിക്ക് എൻഗേജ്മെൻറ്റ് ചെയ്യാൻ. സുഖക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഹീറോയ്ക്കും സുഖക്ക് എൻഗേജ്മെൻ്റ് ആയിരുന്നു. സുഖ ഹീറോയിന് ഭയങ്കര കെയറിങ്. ഹീറോയിൻ വീട്ടിൽ വരുന്ന കാര്യമെല്ലാം സുഖക്ക് അറിയും. അതുകൊണ്ട് അറിഞ്ഞിട്ട് സുഖ ഹീറോയിനെ നോക്കിയിട്ട് മുറക്കിനത് മാറി ആറ്റായിരുന്നു. ഈ കാര്യം അറിഞ്ഞിട്ട് നമ്മളെ മിയാക്ക് ഷോക്കായിരുന്നു. അപ്പോൾ എന്നെക്കാട്ട് മുമ്പ് ലവ് ചെയ്യാണ് എന്ന് പറഞ്ഞ ഹീറോയിൻ ജെർക്കായിരുന്നു. അപ്പോൾ എന്നെ ലവ് ചെയ്തായിരുന്നു. അപ്പോൾ അതൊക്കെ അപ്പോൾ ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു. ഹാപ്പിയായിട്ട് ചിരിക്കുകയായിരുന്നു.